പഴയ കാര്യം ഉന്നയിക്കുമ്പോൾ കൂത്തുപറമ്പിൽ അദ്ദേഹത്തിന് അന്ന് BJPയുടെ വോട്ട് കിട്ടിയ കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കേരളത്തിൽ എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ടായി RSSും മുഖ്യമന്ത്രിയും തമ്മിൽ. അന്നായിരുന്നു പത്രക്കാർ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ, വാർത്ത എടുക്കാൻ ചെന്നപ്പോൾ അവരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞത്. ആ മുഖ്യമന്ത്രി അന്ന് RSSുമായി നടത്തിയ ചർച്ചയുടെ പരിണത ഫലമാണ് കേരളത്തിൽ CPMും BJPയും RSSും തമ്മിലുള്ള ഈ കൂട്ടുകെട്ട്. അപ്പോൾ ഇതാരംഭിച്ചിട്ട് കുറേ നാളുകളായി. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായി ഒരക്ഷരം കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കാറില്ല, സഭയ്ക്കകത്തും പുറത്തും. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം ഒരു വിമർശനവും ഉന്നയിക്കാറില്ല. അനിയൻ ബാവയും ചേട്ടൻ ബാവയും പോലെയാണ് രണ്ടുപേരും പ്രവർത്തിക്കുന്നത്, പിണറായി വിജയൻ നരേന്ദ്രമോദിയും. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായി പോരാടുന്നു എന്ന് പറയുന്നവർ എവിടെയെങ്കിലും നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞോ അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞോ വിമർശിച്ചിട്ടുണ്ടോ? ഇവർ തമ്മിലുള്ള രഹസ്യമായ അന്തർധാരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുമ്പോൾ ആറന്മുള കണ്ണാടി കൊടുക്കുന്നു, ആമാടപ്പെട്ടി കൊടുക്കുന്നു. ആമാടപ്പെട്ടിയും ആറന്മുള കണ്ണാടിയും കൊടുത്ത് സ്വീകരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സൗകര്യപൂർവ്വം തെരഞ്ഞെടുപ്പിൽ BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ പുറത്തു വരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ അസ്വസ്ഥത. പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നതിൻ്റെ കാരണം ഈ പൊളിറ്റിക്കൽ ഡീൽ പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ പ്രസംഗിക്കുന്നതും ടെലിവിഷൻ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നതൊക്കെ PR ഏജൻസി പറഞ്ഞിട്ടാണ്. PR ഏജൻസി പറയുന്ന പോലെയാണ് അദ്ദേഹം ചിരിക്കുന്നത്. PR ഏജൻസി പറയുന്ന പോലെയാണ് അദ്ദേഹം ഇപ്പം നടക്കുന്നത്. PR ഏജൻസി പറയുന്നത് പോലെയാണ് അദ്ദേഹം നോക്കുന്നത്. എന്നാൽ കോന്നിയിൽ സമ്മേളനത്തിൽ PR ഏജൻസി ഇല്ലായിരുന്നു. PR ഏജൻസി ഉപദേശം, കാരണം ഇതിന് ചെമ്പ് പുറത്ത് വരുമല്ലോ എപ്പോഴാണെങ്കിലും. യഥാർത്ഥ പിണറായി വിജയനെ കോന്നിയിൽ ഇന്നലെ നമ്മൾ കണ്ടു. ആരോ ഒരാൾ ചോദ്യം ചോദിച്ചു. അപ്പോൾ യഥാർത്ഥ പിണറായി വിജയൻ പുറത്തു വന്നു. ആ യഥാർത്ഥ പിണറായി വിജയൻ എന്താ പറഞ്ഞേ? വീട്ടിൽ പോയി ചോദിക്കാൻ. ഏതോ ഒരു പാവപ്പെട്ട എന്തോ ഒരു ചോദ്യം ചോദിച്ചതാണ്. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളിൽ ചോദ്യം ചോദിക്കില്ലേ? ഏതോ ഒരു പാവപ്പെട്ടൻ ചോദ്യം ചോദിച്ചപ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അപ്പോൾ PR ഏജൻസി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. കോന്നിയിൽ വെച്ച് PR ഏജൻസി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥ ചെമ്പ് തെളിഞ്ഞത് അവിടെയാണ്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പോൾ തെളിയുന്നുണ്ട്. ഇപ്പം എപ്പോഴും PR ഏജൻസിക്ക് കൂടെ നടക്കാൻ കഴിയുമോ? അത് കഴിയില്ല. മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന പിണറായി വിജയൻ എന്നെ കോന്നി വന്നപ്പോൾ നമ്മൾ കണ്ടില്ല. മറ്റ് പത്രമാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന പിണറായി വിജയനെ കോന്നിയിൽ നമ്മൾ കണ്ടില്ല. ഇടയ്ക്കിടയ്ക്ക് മൈക്കിന് പോലും അദ്ദേഹത്തോട് അമർഷമാണ്. മൈക്കിൽ കാരണം അദ്ദേഹം പറയുന്ന ഈ കള്ളങ്ങൾ കേട്ട് മൈക്ക് പോലും അദ്ദേഹത്തോട് പ്രതിഷേധത്തിലാണ്. കേരളത്തിലെ നമ്മളാരും പ്രസംഗിക്കുന്ന മൈക്ക് കേടാവുന്നില്ലല്ലോ. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മാത്രമാണ് ഈ മൈക്ക് കേടാവുന്നത്. എന്താ കാര്യം? ഈ കള്ളം കേട്ട് മൈക്കിന് പോലും പ്രതിഷേധമാണ്. അപ്പോൾ യഥാർത്ഥ പിണറായി വിജയനെ ജനങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തെ MP ആയ പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഒരു ബിഷപ്പിനെ വിളിച്ചു നികൃഷ്ടജീവിയെന്ന്. ഇപ്പോൾ നമ്മുടെ G. സുധാകരനെ വിളിക്കുന്നു ചെറ്റ. ഈ ചെറ്റ പ്രയോഗം ഇദ്ദേഹത്തിന് സ്ഥിരമായിട്ടുള്ളതാണ്. ഈ ചെറ്റ എന്ന് വിളിക്കുന്ന ഒരു പ്രയോഗം നവോത്ഥാന നായകൻ്റെ വേഷം കെട്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് പുറത്തു വരുന്ന അതുകൊണ്ടാണ്. യഥാർത്ഥ രൂപം G. സുധാകരനെ പോലെയുള്ള സുതാര്യമായ രാഷ്ട്രീയം പ്രവർത്തനം നടത്തുന്ന വ്യക്തികളെ ചെറ്റ എന്ന് വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ച് ശരിയാണോ? ജനങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമാണോ? 63 വർഷത്തെ പാർട്ടി പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയാണ് G. സുധാകരൻ. അദ്ദേഹത്തെ പോലെ ആളിനെ ചെറ്റെന്ന് വിളിക്കുക. ഇന്ന് CPMൻ്റെ സ്ഥിതി എന്താണ്?
രാഷ്ട്രീയമായ തകർച്ച നേരിടുകയാണ് CPM. ഇന്ന് തുടർഭരണം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആഗ്രഹിക്കുന്നത് തുടർഭരണം ഉണ്ടാകരുതെന്നാണ്. അതിൻ്റെ പ്രതിഫലനമാണ് അമ്പലപ്പുഴയിൽ G. സുധാകരനിലൂടെ നമ്മൾ കാണുന്നത്, പാലക്കാട് PK ശശിയിലൂടെ കാണുന്നത്, മലമ്പുഴയിൽ സുരേഷിലൂടെ കാണുന്നത്, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ ഗോവിന്ദനിലൂടെ നമ്മൾ കാണുന്നത്, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിലെ CPMൻ്റെ അണികൾ അമർഷത്തിലാണ്. വലിയ തത്വശാസ്ത്രം പ്രസംഗിക്കുന്ന ME ഗോവിന്ദൻ മാസ്റ്റർ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സീറ്റ് വാങ്ങാൻ നടത്തിയ ഭഗീരഥ പ്രയത്നം നമ്മളാരും മറന്നിട്ടില്ല. ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി കാണുന്ന പെടാപ്പാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും എതിരാണ്. ആ എതിർപ്പിൻ്റെ കുന്തമുനയാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഗോവിന്ദൻ എന്ന സ്ഥാനാർത്ഥി. അവരുടെ കോട്ടകളിലാണ് ഈ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. CPMനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് മറനീക്കി ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എല്ലാവരും പറയും UDF ഒരു തർക്കവുമില്ലായിരുന്നല്ലോ. ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ UDFലെ ഘടകകക്ഷികൾ സൗഹാർദ്ദതയോടെ ഞങ്ങളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി. 4 സീറ്റ് തീരുമാനിച്ചത് ഇന്നലെയാണ്. LDF നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് 4 സീറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ എത്രയോ മുമ്പ് തീരുമാനിച്ചു. അപ്പോൾ പ്രശ്നങ്ങൾ എവിടെയാണ്? LDFലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു മനസ്സോടെ യോജിച്ച് ഈ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രത്യേകത.